മക്കളെ, നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോസിൽ ചെയ്തിരിക്കുന്ന കണക്കുകൾ മക്കൾ കൃത്യമായിട്ട് പഠിച്ചു എന്നുണ്ടെങ്കിൽ ഈ കണക്ക് നമുക്ക് തനിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്, സാർ പെട്ടെന്ന് പറഞ്ഞുതരാം. സി, ദ ഫിഫ്ത്ത് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 10 ആൻഡ് 10th ടേം ഈസ് 5. അതായത് നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഫിഫ്ത്ത് ടേം ഒരു സമാന്തര ശ്രേണിയിലെ 5ാം പദം 10ഉം 10ാം പദം 5ഉം. അപ്പം സംഭവം കുറഞ്ഞു വരുവാണ്. 5ാം പദം 10ആണ്. അതായത് ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് 10ആണ്, 10th ടേം എന്ന് പറയുന്നത് 5ആണ്. അപ്പം കുറഞ്ഞു വരുന്നു എന്ന് പറയുമ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം മൈനസ് ആണ്. അതുകൊണ്ടാണ് 5ാം പദത്തിൽ നിന്നും 10ാം പദം കുറഞ്ഞു വരുന്നത്. ഇനി ചോദിച്ചത് എന്താണ്? വാട്ട് ഈസ് 15th ടേം? ശ്രേണിയിലെ 15ാം പദം എത്ര? നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. 10th ടേം മൈനസ് 5th ടേം അല്ലെങ്കിൽ 10ാം പദം മൈനസ് 5ാം പദം എടുക്കുമ്പം 10 മൈനസ് 5, അതായത് 5D. 5 ഇൻറ്റു കോമൺ ഡിഫറൻസ് അല്ലെ 5 ഇൻറ്റു പൊതുവ്യത്യാസം നമ്മൾ പറയണം. ഫിഫ്ത്ത് ടേം മൈനസ് 10th ടേം എന്ന് പറയുമ്പം 10 മൈനസ് 5 നമുക്ക് 5 കിട്ടും. അതിൻ്റെ കൂടെ പൊതുവ്യത്യാസം കൂടി മൾട്ടിപ്ലൈ ഗുണിക്കുമ്പോൾ നമുക്കിത് എങ്ങനെ കിട്ടും? 5 മൈനസ് 10 എന്ന് പറയണം. 10th ടേം മൈനസ് 5th ടേം 5 മൈനസ് 10 എത്ര വരും? മൈനസ് 5 കിട്ടും. അപ്പം 10th ടേം മൈനസ് 5th ടേം എന്ന് പറയുന്നത് 10 മൈനസ് 5, അതായത് 5 ഇൻറ്റു പൊതുവ്യത്യാസം എന്ന് പറയണം, അല്ലെ 5 ഇൻറ്റു കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു, ഇവിടെ ആ ടേമിൻ്റെ വാല്യൂ 10th ടേം മൈനസ് 5th ടേം 10 മൈനസ് 5 അല്ല, 10th ടേം മൈനസ് 5th ടേം ആണ്. അപ്പോൾ 5 മൈനസ് 10 ആണ്, അതായത് മൈനസ് 5 വരും. അപ്പം നമുക്ക് പറയാം കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് അല്ലെ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ -5/5 എന്ന് പറയുമ്പം -1 എന്ന് കിട്ടും. ചോദ്യം എന്താണ്? ശ്രേണിയിലെ 15ാം പദം. നമുക്കറിയാം ഈ 10ാം പദത്തിനോടുകൂടി അല്ലെങ്കിൽ 10th ടേമിനോടുകൂടി നമുക്ക് 15th ടേം അല്ലെങ്കിൽ 15ാം പദം എന്ന് പറഞ്ഞാൽ 10th ടേമിനോടുകൂടി 5 കോമൺ ഡിഫറൻസ്, 5 ഇൻറ്റു പൊതുവ്യത്യാസം. 10ാം പദത്തോട് 5 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുമ്പം 15ാം ടേം കിട്ടും. അപ്പം നമുക്ക് 10th ടേം എന്ന് പറയുന്നത് 5 ആണ്. അതായത് 5 പ്ലസ് 5 ഇൻറ്റു -1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 പ്ലസ് -5 0 എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്തത് വാട്ട് ഈസ് 25th ടേം? അല്ലെങ്കിൽ നമുക്ക് ശ്രേണിയിലെ 25ാം പദം എന്താണ്? നമുക്ക് 15ാം പദം അറിയാം. അപ്പം 25ാം പദം അല്ലെങ്കിൽ 25th ടേം, 25ാം പദം എന്ന് പറയുന്നത് 15th ടേമിനോടുകൂടി 10 പ്രാവശ്യം കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം. കാരണം 15 + 10 ആണ് 25. അപ്പം നമുക്ക് 15ാം പദം എത്രയാണ്? നമുക്ക് 15ാം പദം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. 15ാം പദം എന്ന് പറയുന്നത് 15th ടേം എന്നുള്ളത് നമ്മൾ 0 എന്ന് കിട്ടി നമുക്ക്. അപ്പോൾ 25ാം പദം കാണാൻ അല്ലെങ്കിൽ 25th ടേം കാണാൻ 15th ടേം അല്ലെങ്കിൽ 15ാം പദത്തോടു കൂടി 10 പ്രാവശ്യം കോമൺ ഡിഫറൻസ് എടുക്കണം. അതായത് 10 ഇൻറ്റു -1 ഈസ് ഈക്വൽ ടു 0 പ്ലസ് -10. നമുക്ക് എത്ര കിട്ടും? 0 പ്ലസ് -10 എന്ന് പറഞ്ഞാൽ -10. അപ്പം നമുക്ക് 15th ടൈം 0 എന്ന് കിട്ടി. അല്ലെങ്കിൽ 15ാം പദം 0 എന്നും 25ാം പദം -10 എന്നും കിട്ടി. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പം ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ കോമൺ ഡിഫറൻസ് അല്ലെ പൊതുവ്യത്യാസം മൈനസ് ആയിട്ട് വരുന്ന ടൈപ്പ് കണക്കുകളുണ്ടാവും. അപ്പം നമ്മൾ ഇതുപോലുള്ള കൂടുതൽ കണക്കുകൾ പ്രാക്ടീസ് ചെയ്യണം. അതിന് സാറിനെ ഈ വാട്സപ്പിൽ വിളിച്ചാൽ സാറിൻ്റെ എക്സ്പേർട്ട് ടീച്ചേഴ്സ് മക്കളെ ഓൺലൈനായിട്ട് ഹെൽപ്പ് ചെയ്യും. എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് തരും. അതുപോലെ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സിലേക്കൊക്കെ സാറിനെ കുറിച്ച് പറയാനും സാറിൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും മക്കൾ മറക്കരുത്.